ഹലോ, കർക്കിടക മാസം ദാ ഇങ്ങ് എത്തി. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ് ഞങ്ങളിവിടെ തൂക്കും തുടയും അതുപോലെ തന്നെ വിളക്കുകളൊക്കെ തേക്കുന്നത്, അങ്ങനത്തെ കുറച്ച് പരിപാടിയിലൊക്കെയാണ്. അപ്പോൾ അത് രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് മിറർ ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. ഷോയാന്ന് വിചാരിക്കരുത്. ഞാൻ എപ്പോൾ രാവിലെ കുളിച്ചാലും ഇതേപോലെ പുറത്ത് വന്നിട്ട്, കാരണം ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു സൺറൈസിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഇതിൽ ഫോട്ടോസൊക്കെ എടുക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുടിനെ കുറച്ച് സമയം ഞാൻ കളിപ്പിക്കുകയാണ് കേട്ടോ. ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഒരാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കളിയാട്ടോ നിങ്ങളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ല, ഈ ഒരു ഇതിലാൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ എൻഗേജ് ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇതേപോലത്തെ പരിപാടിയിലേക്കാണ്. കാരണം എനിക്ക് ആളുടെ ചിരി കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആളെ ഹോളിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട്, എനിക്ക് വേറെ കുറച്ച് പണി ഉണ്ടായിരുന്നു. അപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആളെ ഹോളിൽ കൊണ്ടുവന്ന് കിടത്തി. നമ്മൾ ആ ഒരു ഇത് വിളിച്ചിട്ട് കിടത്തിയാലും ആളവിടെ കിടക്കുകയൊന്നുമില്ല, തിണ്ണയിലൊക്കെയാണ് മൊത്തം നടക്കുന്നത്. ഇത്രയും സ്ഥലം ആൾക്ക് കളിക്കാൻ ഇവിടെ ഉണ്ട് ഹോളിൽ. എന്നാലും ആൾ അവിടെ ഇന്നും കിടക്കില്ല ഗൈസ്. ആൾ നടന്ന് സെറ്റിയുടെ അങ്ങോട്ടൊക്കെയാണ് പോവാറ്. കൂടെ നീന്താൻ തുടങ്ങിയ പിന്നെ ഞാൻ ഫുൾ ബിസിയാണ് ഗൈസ്. നേരത്തെ എവിടെയെങ്കിലും കിടത്തിയാൽ അവിടെ കിടക്കുമല്ലോ, ഇപ്പം അങ്ങനെയല്ല. ആൾ നീന്താൻ തുടങ്ങിയ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിറച്ച് പോകും. അതുകൊണ്ട് ഫുൾ ടൈം ആളെ തന്നെ നോക്കി വേണം കിടക്കാനായിട്ട്. ഈ ഒരു ഇത് പിരിച്ചിട്ട് അവിടെ കിടത്തുകയാണെങ്കിൽ ആൾ കുറേ സമയമൊക്കെ അങ്ങനെ കിടക്കും. കുറച്ച് സമയം കഴിയുമ്പോൾ ആൾക്ക് ബഹളം വെച്ചിട്ട് ആൾ എടുത്തുകൊണ്ട് കിടക്കണം. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ അങ്ങനെ ഹോളിലേക്ക് ഇരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്മ വിളക്കൊക്കെ തേച്ച് വെക്കുകയാണ്. അപ്പോൾ കർക്കിടകം ഇങ്ങനെ എത്തിയില്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് മുന്നേ ആയിട്ടുള്ള കുറച്ച് ഒരുക്കങ്ങളൊക്കെയാണ്. അപ്പോൾ അത് അമ്മ വിളക്കൊക്കെ തേക്കുന്നു. കുടുവിനെ ഞാൻ സൈഡിൽ കൊണ്ടിരുത്തിയിട്ട് കുടു താലത്തേട്ട് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം വിളക്കുകളും കുറേ പൂജാപാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അമ്മ തേക്കാണ് വെച്ചാൽ മണ്ണെണ്ണയും പിന്നെ വേറെന്തോ ഒരു കട്ട പോലത്തെ സാധനമുണ്ട് ഗൈസ്, ഒരു നീല കളറിൽ. അതും കൂടിയിട്ട് ഉരച്ചിട്ടാണ് അമ്മ ഇതൊക്കെ തേച്ചത് ഇങ്ങനെ മിനുക്കി വെച്ചിട്ടുള്ളത്. വിളക്കുകൾ എന്തായാലും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ പരിപാടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നാളെ കർക്കിടകം പുറക്കാണ്. അപ്പോൾ കർക്കിടകത്തിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ഉണ്ട്. അതുമാത്രമല്ല നമ്മളുടെ ബോട്ടും ഇറങ്ങാട്ടെ. കർക്കിടകം 17-ാം തീയതി 1-ാം തീയതി ആയത് കാരണം നമ്മൾ 16-ാം തീയതി ബോട്ട് ഇറക്കുകയാണ്. അപ്പോൾ അതിൻ്റെയും കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങൾ ഭയങ്കര ബിസിയാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തേക്കുന്ന ഒരു സംഭവത്തിൻ്റെ കാര്യം, അതൊരു നീല കളറിലതായി കണ്ടില്ലേ. ഈ ഒരു ചോക്ക് പോലത്തെ ഒരു സാധനമാണ്. എനിക്കെൻ്റെ പേരൊന്നും അറിയത്തില്ല. ഇത് അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ഈ സംഭവം മണ്ണെണ്ണയായിട്ട് ചാലിച്ചിട്ടാണ് അമ്മ കടലാസും ഇതൊക്കെ കവറൊക്കെ പിടിച്ചിട്ട് ഇത് തേച്ച് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കർക്കിടകം പറഞ്ഞ് കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ ബോട്ട് ഇറക്കിയതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് പതിയെ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.